യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വേദഭാഗം നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ, ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു അവന്റെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധൻ നമ്മോട് കൂടെയുണ്ട്. ബാബേലിനെ ദൈവം നശിപ്പിക്കുമെന്നും നിങ്ങളുടെ മന്ത്രവാദങ്ങൾക്ക് ആരെയും രക്ഷിക്കുവാൻ കഴിയുകയുമില്ല എന്നും ഉള്ളതായ ഒരു സന്ദേശമാണ് യെശയ്യാ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ അറിയിക്കുന്നത്. ദൈവത്തെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് സൈന്യങ്ങളുടെ നായകനായ യഹോവ എന്നാണ്. നാം വായിച്ച വേദഭാഗത്തിൽ സൈന്യങ്ങളുടെ യഹോവ എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. നമുക്ക് നേരെ കടന്നു വരുന്ന സകല വിധമാകുന്ന അന്ധകാര പൈശാചിക മേഖലകളുടെ മേൽ ജയം തരുവാൻ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വേദഭാഗങ്ങളിൽ ഇപ്രകാരം നമുക്ക് വ്യക്തമായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നമുക്ക് ഈ ലോകത്തിലെ ബന്ധങ്ങളോട് സ്വന്തങ്ങളോടല്ല, ദുഷ്ടാത്മസേനയോടത്രേ. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ പോരാട്ടത്തിൽ നമ്മുടെ സേനാനായകൻ നമ്മോട് കൂടെയുണ്ട്. നാം ഈ ദിവസങ്ങളിൽ ജനരക്തങ്ങളോട് പോരാടേണ്ട, പലപ്പോഴും നമ്മെ ഭാരപ്പെടുത്തുവാൻ, നമ്മെ വേദനിപ്പിക്കുവാൻ, നമ്മെ സ്നേഹിച്ചിരിക്കുന്നവർ പോലും നമുക്ക് വിരോധമായി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ നടുവിൽ ഭാരപ്പെടരുത്. നമ്മുടെ സേനാനായകൻ സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ നാം എന്തിനു ഭാരപ്പെടണം? യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഒരിക്കൽ മോശ നിലവിളിച്ചു. ആ ചെങ്കടലിന്റെ മുൻപിൽ നിന്നുകൊണ്ട് പുറകിൽ ഫറവോനും സൈന്യവും, മുൻപിൽ ആർത്തിരിക്കുന്ന കടൽ, ജനം വളരെ തിക്കും തിരക്കുമായി വിഷമിക്കുന്നു. മോശയ്ക്കെതിരെ പിറുപിറുക്കുന്നു. നിലവിളിപ്പാനേ മോശയ്ക്ക് കഴിഞ്ഞുള്ളൂ. അവിടെ സൈന്യങ്ങളുടെ ദൈവം അവനോട് കൂടെ ഇറങ്ങി വന്നു. ചോദിച്ചു, മോശയെ നീ കരയുന്നത് എന്ത്? ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് ചോദിക്കുകയാണ്, എന്തിനാണ് കരയുന്നത് കുഞ്ഞെ? ഈ ദിവസങ്ങളിൽ നീ കരഞ്ഞു വിഷമിക്കേണ്ട. നിന്നെ ഭാരപ്പെടുത്തുന്ന, നിന്നെ നിരാശപ്പെടുത്തുന്ന, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്ന സകല അന്ധകാരത്തിന്റെ മേഖലകളെയും എന്റെ സ്വർഗത്തിലെ ദൈവം, സൈന്യങ്ങളുടെ ദൈവമായി ഇറങ്ങി വന്ന് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ പോവുകയാണ്. തന്നിൽ ആശ്രയിക്കുന്നവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു സൈന്യങ്ങളുടെ യഹോവയെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. സൈന്യങ്ങളുടെ യഹോവ യുദ്ധം വീരനാണ്. അവൻ ജയം തന്ന് നമ്മെ വഴി നടത്തുവാൻ ശക്തനാണ്. അകല ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുവാൻ കർത്താവ് ഈ വചനങ്ങളാൽ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. മറാനാഥ.